അടുത്തതായി സംവാദത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നതിന് വേണ്ടി സഖാവ് PA പ്രേംബാബുവിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ CS മുരളി, സഖാക്കളെ, കവി സണ്ണിയും കവിക്കാടിനെ വിസ്മരിച്ച പോലെ നമ്മൾ വിസ്മരിച്ച ഒരാളാണ്, കേരളം വിസ്മരിച്ച ഒരാളാണ് സബാൾട്ടൻ പൊളിറ്റിക്സിനെ കുറിച്ച്, സബാൾട്ടൻ രാഷ്ട്രീയത്തെക്കുറിച്ച് ലോകത്തിൽ ഒരുപക്ഷെ ഏറ്റവും സൂക്ഷ്മമായി ചരിത്രം എഴുതിയ രണജിത് ഗുഹ. കഴിഞ്ഞ മാസമായിരുന്നു അദ്ദേഹത്തിൻ്റെ 3ാം ചരമവാർഷികം. ലോകപ്രശസ്തയായ റൊമീല ഥാപ്പർ, അതുപോലെ ഇർഫാൻ കബീബ്, നിരവധി ചരിത്രകാരന്മാർ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും എത്ര പേർക്ക് രണജിത് ഗുഹയെ അറിയുമെന്ന് പോലും അറിയില്ല. അദ്ദേഹം ഓസ്ട്രേലിയയിൽ വെച്ച് മരിച്ചത്. ലോകത്ത് ഇന്ന് അറിയപ്പെടുന്ന സബാൾട്ടൻ ഹിസ്റ്റോറിയൻ, കീഴാള ചരിത്രകാരൻ രണജിത് ഗുഹയാണ്. അദ്ദേഹത്തെയും കൂടി ഈ സമയത്ത് ഓർക്കുന്നു. EH കാർ പറയുന്നത് ചരിത്രം ചത്ത വസ്തുതകളുടെ തത്സമയ സംപ്രേഷണമല്ല. ചരിത്രം എന്നത് കഴിഞ്ഞുപോയ ഭൂതകാലത്തിന്റെ തത്സമയ സംപ്രേഷണമല്ല, അതുപോലെ പകർത്തിവെക്കലല്ല ചരിത്രം. ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെ വർത്തമാനകാല ജീവിതവുമായി അഭിമുഖമായി വെച്ച് വിശകലനം ചെയ്യലാണ് ചരിത്രം. ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പ്രത്യയശാസ്ത്രങ്ങളായാലും പ്രത്യയശാസ്ത്രകാരന്മാരായാലും നമ്മുടെ വർത്തമാനകാല സാഹചര്യങ്ങൾ അഭിമുഖമായി വെച്ച് പരിശോധിക്കുക എന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര വിശകലന രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് അംബേദ്കർ തന്നെ പറയുന്നുണ്ട്. എമേഴ്സൺ സേസ് ദാറ്റ് കൺസിസ്റ്റൻസി ഈസ് ദ വെർച്യു ഓഫ് ആസ്. അതായത് കൺസിസ്റ്റൻസി, സ്ഥിരത, പറഞ്ഞത് തന്നെ പറയൽ എന്ന് പറയുന്നത് ഒരു കഴുതയുടെ രൂപമാണ് എന്നാണ് പറയുന്നത് അംബേദ്കർ തന്നെ. കൺസിസ്റ്റൻസി ഈസ് ദ വെർച്യു ഓഫ് എൻ ആസ്, ഡോങ്കി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് മാറ്റി പറയേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതും. മാറ്റി പറയേണ്ടതുണ്ട്, എന്നെയും നിരീക്ഷിക്കേണ്ടതുണ്ട്, എല്ലാറ്റിനെയും നിരീക്ഷിക്കേണ്ടതെന്നാണ് അംബേദ്കറും പറയുന്നത്, കാൾ മാർക്സും പറയുന്നത് അത് തന്നെയാണ്. ഇവിടെ അളവിൽ നിന്ന് ഗുണത്തിലേക്ക് വൈരുദ്ധ്യങ്ങളുടെ സംയോജനം, നിഷേധത്തിന്റെ നിഷേധം തുടങ്ങിയ മാർക്സിയൻ അടിസ്ഥാന പ്രത്യയശാസ്ത്ര മൂല്യങ്ങൾ ലോകത്ത് എന്തുകൊണ്ട് ജനങ്ങൾ അതിന്റെ കൂടെ പോയില്ല? ലോകത്ത് ജനങ്ങൾ അതിന്റെ കൂടെ പോയില്ല എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. അതെന്തുകൊണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ അത് എല്ലാം വർഗം എന്ന അമൂർത്തമായ സംജ്ഞയിലും തൊഴിലാളി എന്ന പരികൽപ്പനയിലും ഊന്നി മാർക്സിസത്തെ ഇതിന്റെ സാമൂഹികവും സാമ്പത്തികവും പ്രത്യയശാസ്ത്രപരവും സാംസ്കാരികവുമായ തീഷ്ണതയിൽ മാർക്സിസത്തെ വായിച്ചില്ല എന്നതാണ് അതിന് കാരണം. മുതലാളിത്തം, തൊഴിലാളി ചൂഷണം എന്ന് മാർക്സ് ഒരു രീതിശാസ്ത്രവും മാർക്സ് പറയുന്നതായി ഞാൻ വായിച്ച മാർക്സിസത്തിൽ ഇല്ല. മുതലാളിത്തം തൊഴിലാളി ചൂഷണമാണ് എന്നൊരു രീതിശാസ്ത്രം മാർക്സ് എവിടെയും പറയുന്നതില്ല. അതേസമയം മാർക്സ് പറയുന്നത് മുതലാളിത്തത്തിന് നിലനിൽക്കാൻ തൊഴിലാളിയെ ചൂഷണം ചെയ്യാതെ കഴിയില്ല എന്നാണ്. ഇത് രണ്ടും രണ്ടാണ്. മുതലാളിത്തത്തിന് നിലനിൽക്കണമെങ്കിൽ തൊഴിലാളിയെ ചൂഷണം ചെയ്തേ സാധിക്കുള്ളൂ. അത് മാത്രമല്ല, എല്ലാ ജ്ഞാന വ്യവസ്ഥയെയും എല്ലാ സർവ്വമൂല്യങ്ങളെയും അത് ചൂഷണം ചെയ്യുന്നു. തൊഴിലാളിയെ മാത്രമല്ല, തൊഴിലാളി ഒരു എൻറ്റിറ്റി അല്ല, സർവ്വമൂല്യങ്ങളെയും പ്രകൃതിയെയും എല്ലാറ്റിനെയും അത് ചൂഷണം ചെയ്യുന്നു എന്നാണ് മാർക്സ് പറയുന്നത്. അതിനൊറ്റ ഉദാഹരണം പറഞ്ഞാൽ മതി. ക്യാപിറ്റലിസം വിൽ കട്ട് ദ ട്രീ ഇഫ് ഇറ്റ് കനോട്ട് സെൽ ഇറ്റ് ഷാഡോ എന്ന്. അതായത് ഒരു മരത്തിന്റെ നിഴൽ വിൽക്കാൻ കഴിയില്ലെങ്കിൽ ആ മരം തന്നെ മുതലാളിത്തം വെട്ടിക്കളയും എന്നാണ് മാർക്സ്. ഒരൊറ്റ ഉദാഹരണം കൊണ്ട് നമുക്ക് മനസ്സിലാവാം. സത്യത്തിൽ ഞാൻ ക്യാപിറ്റലിസത്തെ ഈ മാർക്സിനെ കുറിച്ച് ഇങ്ങനെ ആമുഖമായി പറയാൻ കാരണം, ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രിമിറ്റീവായ ഒരു സാംസ്കാരിക സംവിധാനത്തിന്റെ മുഖം മാത്രമാണ് ജാതി എന്ന രീതിയിൽ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റുകൾ വ്യാപകമായി തെറ്റിദ്ധരിക്കുകയുണ്ടായി. അത് അംബേദ്കറും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അംബേദ്കർ ആദ്യം കരുതിയത് നമ്മുടെ സ്കൂളുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെയുള്ള നാഗരിക വികാസങ്ങളിലൂടെ ജാതി മാറും എന്നാണ് അംബേദ്കർ ആദ്യം ധരിച്ചിരുന്ന ആദ്യ കാലഘട്ടത്തിൽ. പക്ഷെ അംബേദ്കർ അതിൽ നിന്ന് പെട്ടെന്ന് കുടഞ്ഞു മാറുകയും അത് മനസ്സിലാക്കുകയും 1916 റഷ്യൻ വിപ്ലവത്തിന് മുമ്പ്, 17ാം റഷ്യൻ വിപ്ലവം, ഇന്ത്യയിൽ കമ്മ്യൂണിസം വരുന്നതിന് മുമ്പ് അദ്ദേഹം വർഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. വർഗത്തെക്കുറിച്ച് അദ്ദേഹം സംശയാലുവായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് 1916 ജാതിയെ വർഗമായി ചിത്രീകരിക്കുന്ന സംശയം ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്, അതേക്കുള്ളി ഉൾപ്പെടുത്തിയിട്ടാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകം കാസ്റ്റ് ഇൻ ഇന്ത്യ, ദെയർ മെക്കാനിസം, ജെനിസിസ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന പുസ്തകം എഴുതുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് വർണ്ണവ്യവസ്ഥ വർഗവൽക്കരണത്തിലൂടെ കടന്നു പോവുകയും ജാതിയായി പരിണമിക്കുകയും ചെയ്യുന്നു എന്നാണ്. വർണ്ണവ്യവസ്ഥ വർഗവൽക്കരണത്തിലൂടെ കടന്നു പോവുകയും ജാതിയായി പരിണമിക്കുകയും ചെയ്യുന്നു എന്നാണ്.
3 കാര്യങ്ങൾ അദ്ദേഹം പ്രധാനമായി അതിൽ പറയുന്നുണ്ട് ഈ ഡെവലപ്മെന്റ്, ജെനസിസ് ആൻഡ് ഡെവലപ്മെന്റിൽ. ഒന്ന്, കേവല വ്യക്തികൾ മാത്രമായി ആരും നിലനിൽക്കുന്നില്ല എന്ന ഉറച്ച പ്രഖ്യാപനം. ഇത് മാർക്സിസം തന്നെയാണ്. കേവല വ്യക്തികൾ മാത്രമായി ആരും നിലനിൽക്കുന്നില്ല. 2, മനുഷ്യൻ വർഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അബ്സല്യൂട്ട് മാർക്സിസം. 3, എന്നാൽ വർഗസംഘർഷത്തിന്റെ യാഥാർത്ഥ്യം, വർഗം ഒരു യാഥാർത്ഥ്യമാണെന്നും വർഗസംഘർഷം അതിശയോക്തിപരമാണ് എന്നും ഈ പുസ്തകത്തിൽ ആദ്യ കാലഘട്ടത്തിൽ അംബേദ്കർ പറയുന്നുണ്ട് എന്നതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വർഗസംഘർഷം എന്നത്, വർഗങ്ങൾ ജാതികളായി മാറിയ ഒരു ചരിത്രത്തെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വർഗങ്ങൾ ജാതികളായി മാറിയ ഒരു ചരിത്രത്തെ സംഗ്രഹിച്ചുകൊണ്ട് 4 കാര്യങ്ങളാണ് അംബേദ്കർ ഏകകമായി മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, ഹിന്ദുക്കൾ വിവിധ ഘടകങ്ങൾ ചേർന്ന ഒരു സംയുക്തമാകുമ്പോഴും സാംസ്കാരിക ഏകത കാണപ്പെടുന്നു. നമ്മളെ സാധാരണഗതിയിൽ ദളിത് ബുദ്ധിജീവികളൊക്കെ പറയുന്നത് ഇത് ഞങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ എൻറ്റിറ്റിയാണ്. നമ്മൾ പണ്ട് പറഞ്ഞിരുന്നതാണ്, എല്ലാം വ്യത്യസ്തമായ എൻറ്റിറ്റിയാണ്. ഈ സവർണോന്മുഖ സംസ്കാരവുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ വ്യത്യസ്ത സാംസ്കാരിക എൻറ്റിറ്റിയാണ് എന്നാണ് കീഴാള സമൂഹം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അംബേദ്കർ അതല്ല പറയുന്നത്. അംബേദ്കർ പറയുന്നത് ഹിന്ദുക്കൾ വിവിധ ഘടകങ്ങൾ ചേർന്ന ഒരു സംയുക്തമാകുമ്പോഴും സാംസ്കാരിക ഏകത കാണപ്പെടുന്നു. എന്റെ ഭാഷയല്ല കേട്ടോ ഇത്, ഞാൻ അംബേദ്കറിന്റെ വാക്കുകൾ പറയുകയാണെങ്കിൽ, ഇൻ സ്പൈറ്റ് ഓഫ് ദ ഓൾ കോമ്പോസിറ്റ് മേക്കപ്പ് ഓഫ് ദ Hindu population, in spite of the all composite makeup of the Hindu population, there is a deep similarity in it. ഹിന്ദുക്കൾ തമ്മിൽ കാര്യമായ ഒരു സാംസ്കാരിക സമാനതകളുണ്ട്. 2ാമത്തെ കാര്യം, ജാതി ഈ സാംസ്കാരിക ഏകതയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട ചെറുഘടകങ്ങളാണ്. Caste is parceling to bits of a larger cultural unit. ജാതി ഇതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ഏതിലേക്ക്? വർഗങ്ങളിലേക്ക്. ആദ്യം ഒരു ജാതിയെ ഉണ്ടായിരുന്നുള്ളൂ. there is one caste to start with. ഇത് അംബേദ്കറിന്റെ നേരത്തെ പറഞ്ഞ പുസ്തകത്തിലെ കൃത്യമായ നിരീക്ഷണങ്ങളാണ്. വർഗങ്ങൾ ജാതികളെ അനുകരിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്തതിലൂടെയാണ് ഈ ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത് എന്ന് ജ്ഞാനശാസ്ത്രപരമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ നമുക്ക് പിന്നീട് അവസാനിപ്പിക്കുന്ന അംബേദ്കർ ഇങ്ങനെയാണ്: വർഗം ഇന്ത്യൻ അവസ്ഥയിൽ ജാതിക്കുള്ള ചരിത്രാവസ്ഥ ഇന്നും മാഞ്ഞുപോയിട്ടില്ല. നോക്കൂ, വർഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ജാതി വ്യവസ്ഥയിൽ വർഗങ്ങളുടെ ആധിപത്യം ഇന്നും മാഞ്ഞു പോയിട്ടില്ല എന്നാണ് അംബേദ്കർ കൃത്യമായി പ്രഖ്യാപിക്കുന്നത്. ഇവിടെ സഖാവ് വേണുവിനെ പോലെയുള്ള ആളുകൾ ഇവിടെ എന്താണ് പറയുന്നത്? ജാതി ജന്മനാൽ ഉണ്ടാവുന്നതാണ് എന്നാണ്. അടിസ്ഥാനപരമായി വളരെ തെറ്റാണത്. ജാതി ജന്മനാൽ ഉണ്ടാകുന്നതല്ല. അംബേദ്കർ തന്നെ പറയുന്നത് ജാതിയിൽ ജനിച്ച ആൾ ജാതിബോധം പിന്തുടരേണ്ടതില്ല, അത് സാമുദായികമായ സമ്മർദ്ദത്താൽ പിന്തുടരുന്നതാണ് എന്നാണ്. ജാതി അവിടെ വേണു പറയുന്ന പോലെ ജന്മനാൽ ഉണ്ടാകുന്നതല്ല ജാതി. ഗുരുവായൂർ അമ്പലത്തിൽ മേൽശാന്തി ആവാൻ ഒരു കീഴ്ജാതിക്കാരന് കഴിയാത്തത് അവൻ കീഴ്ജാതിക്കാരനായതുകൊണ്ടല്ല, വ്യവസ്ഥിതി അങ്ങനെ ആയതുകൊണ്ടാണ്. ആ വ്യവസ്ഥിതി മാറിയാൽ മാത്രമേ അവിടെ ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്നോ എവിടെന്നെങ്കിലും ഒരു വിധി വന്നു കഴിഞ്ഞാൽ അമ്പലത്തിൽ പൂജിക്കേണ്ടി വരും. അപ്പൊ ജാതി, അതുകൊണ്ട് നമ്മളിവിടെ അടിയന്തരമായി ചിന്തിക്കേണ്ട ഒരു മറ്റൊരു കാര്യം, എങ്ങനെയാണ് ജാതി ഉണ്ടാവുന്നതിനെ കുറിച്ച് അംബേദ്കർ പറയുന്നത്. ജാതി വർണ്ണവ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു വർഗവ്യവസ്ഥയിൽ, വർണ്ണവ്യവസ്ഥയിലുള്ള ഒരു വർഗവ്യവസ്ഥയിൽ, ആ വർഗവ്യവസ്ഥ എന്ന് പറയുന്ന അവിടെ പുരോഹിതരുണ്ട്, സൈനികരുണ്ട്, കൈവേലക്കാരുണ്ട്, തൊഴിലാളികളുണ്ട്, ഇങ്ങനെ ഒരുപാട് ജനങ്ങൾ ഉണ്ടായിരുന്ന ഒരു വർഗവ്യവസ്ഥയിൽ ഈ കൂടുതൽ സാമൂഹ്യ സ്വാധീനമുള്ള പുരോഹിത വർഗം അവരിൽ നിന്ന് മാത്രം വിവാഹം കഴിക്കുകയും ഈ പുരോഹിത വർഗം അവരിൽ നിന്ന് മാത്രം വിവാഹം കഴിക്കുകയും അങ്ങനെ അവർ വലയിതമാവുകയും ചെയ്യുന്നു. കാസ്റ്റ് ഈസ് എൻക്ലോസ്ഡ് ക്ലാസ് എന്ന് പറയുന്ന അതാണ് അംബേദ്കർ പറഞ്ഞത്. കാസ്റ്റ് ഈസ് എൻക്ലോസ്ഡ് ക്ലാസ്. ഈ ക്ലാസ് ഒരു വലയം സ്വയം സൃഷ്ടിക്കുന്നു. ഈ ബ്രാഹ്മണൻ സ്വയം വിവാഹം കഴിക്കുകയും മറ്റുള്ളവരെ സഹവിവാഹം കഴിക്കാതിരിക്കുകയും മറ്റുള്ള സമൂഹങ്ങളെ, കൂലിവേലക്കാരെ, മറ്റു ജോലിയിലെ സൈനികരെ അതാത് രീതിയിൽ അതാത് വിഭാഗത്തിൽ നിന്ന് മാത്രം വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് അംബേദ്കർ പറയുന്ന കാസ്റ്റ് ഈസ് എൻക്ലോസ്ഡ് ക്ലാസ്, അല്ലെ ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല. അങ്ങനെയാണ് കാസ്റ്റ് ഈസ് എൻക്ലോസ്ഡ് ക്ലാസ് എന്ന് പറയുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് ഈ കാസ്റ്റ്, ജാതി നിലനിൽക്കുന്നത് എന്താണ്? ഒരു ജാതി, ഇപ്പൊ വേണു പറയുന്ന പോലെ ജാതിയുള്ള ആളാണ്, ജാതി ജന്മല എന്ന് പറയും. അയാൾ ജാതി ചിന്തയുള്ള ആളാണോ എന്നെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഒരാൾ ജാതിയുള്ള ആളാണോ എന്നുള്ളത് അയാൾ ഏത് ജാതിയുമായി ഏറ്റുമുട്ടുന്നു എന്നതിനനുസരിച്ചിരിക്കും. അംബേദ്കർ പറഞ്ഞത് എന്റെ കയ്യിൽ നിർത്തുന്നതല്ല, അയാൾ ജാതി ചിന്തയുള്ള ആളാണോ അതോ വർഗബോധമുള്ള ആളാണോ?
ഒരാൾ ജാതി ചിന്തയുള്ള ആളാണോ വർഗബോധമുള്ള ആളാണോ എന്ന് തിരിച്ചറിയുന്നത് അയാൾ ഏത് ജാതിയുമായി ഏറ്റുമുട്ടുന്നതനുസരിച്ചിരിക്കും. അയാളുടെ വർഗത്തിൽ ഉൾപ്പെട്ട ജാതിയുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത് എങ്കിൽ അയാൾ ജാതിബോധമാണ് നിലനിർത്തുന്നത്. അതായത് ഒരു നായർ ഒരു കീഴാള നായരുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഒരു നായർ ഒരു വിളക്കത്ര അങ്ങനെയുള്ള ഒരു നായരായിട്ടാണ് ഏറ്റുമുട്ടുന്നത് എങ്കിൽ അയാൾ ജാതിബോധമുള്ള ആളാണ്. പക്ഷെ അയാളുടെ ജാതിക്ക് പുറത്തുള്ള വർഗവുമായി, തന്റെ വർഗങ്ങൾക്ക് വിപരീതമായ ഒരു വർഗവുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത് എങ്കിൽ അയാൾ വർഗബോധമുള്ള ആളാവുന്നു. അംബേദ്കർ പറയുന്നതാണ് ഇത്. പുറത്തുള്ള ഒരാളായിട്ടാണെങ്കിൽ അയാൾ വർഗബോധമുള്ള ആളാവുന്നു. ഈ രീതിയിലാണ് ഈ ജാതി ഹൈറാർക്കി നിലനിൽക്കുന്നത്. അതായത് അംബേദ്കർ അതിന് ഉദാഹരണം പറയുന്നത് ബ്രാഹ്മണ്യം, ക്ഷത്രിയം, വൈശ്യം, പിന്നെ ശൂദ്രൻ, പിന്നെ ബാക്കി OBC, അസ്പൃശ്യർ. ഈ OBC പ്രത്യേകം അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. അത് മുരളി ഇവിടെ പറഞ്ഞ ആ വിഷയത്തിലാണ് അത് പ്രധാനപ്പെട്ടത്. അതായത് ഈ മൂന്ന്, ഈ ശൂദ്രൻ നേരെ മുകളിലുള്ള ബ്രാഹ്മണ്യവർഗവുമായി ഒരു വിപ്ലവം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ തൊട്ടുകൂടാത്ത 3 പേരും ത്രൈവർണികരും ഒരു വർഗമായി തീരുന്നു. അതായത് ഒരു നായര് മുകളിലുള്ള ബ്രാഹ്മണ വിഭാഗവുമായി വിപ്ലവം ഉണ്ടാക്കുകയാണ് എങ്കിൽ അതുവരെ തൊട്ടുകൂടാത്തവര്, ബ്രാഹ്മണനോ വൈശ്യനെ കല്യാണം കഴിക്കില്ല, വൈശ്യൻ ക്ഷത്രിയനെ കല്യാണം കഴിക്കില്ല, അങ്ങനെ വിരുദ്ധ ജാതികൾ ഒരു വർഗമായി തീരുന്നു. ഇതുപോലെ ഒരു ഈഴവൻ ഏതെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അവൻ ഈ ഈഴവൻ ഒരു വിപ്ലവം സൃഷ്ടിക്കുകയാണ് ഏതെങ്കിലും ഒരു വിഭാഗവുമായി, ഇവിടുത്തെ കീഴാളരുമായി, ഇവിടുത്തെ മുസ്ലിങ്ങളുമായി, അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് സ്പർശ്യർ എന്നാണ് കേട്ടോ. OBC-ക്കാരെ അംബേദ്കർ വിളിക്കുന്നത് സ്പർശ്യർ എന്നാണ്, അസ്പർശ്യർ എന്നല്ല. ഈഴവ വിഭാഗത്തെ ഈ സ്പർശ്യർ ഒരു വിപ്ലവം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ വർഗം, അതായത് ഈ ഈഴവനും ശൂദ്രനും പിന്നെ ഈ ത്രൈവർണ്യനും ഒരു വർഗമായി തീരുന്നു. ഈ വർഗമാണ് സവർണ വർഗം. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സവർണ ക്ലാസ് എന്ന് തന്നെയാണ് പറയേണ്ടത്. ഈ സവർണ ക്ലാസ്സിൽ ഈ OBC ഉൾപ്പെടും. കാരണം അവൻ ആരായിട്ട്, അതാണ് പറയുന്നത്, വർഗത്തിന് പുറത്താണ് യുദ്ധം അവൻ ചെയ്യുന്നത് എങ്കിൽ ഈ അവന്റെ വർഗബോധം ഉണ്ടാകുന്നു എന്നുള്ളത്. അപ്പൊ ജാതി എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ, അംബേദ്കർ പറയുന്നത് ആ അർത്ഥത്തിൽ വർഗീകരിക്കപ്പെട്ടതാണ്. അതിൻ്റെ ഉള്ളിൽ ഗൗരവമായ ഒരു വർഗം ഉള്ളടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് തന്നെയാണ് മോർ ഓർ ലെസ് കാൾ മാർക്സ് പറയുന്നതും എന്നതാണ് ഈ വർഗത്തെ കുറിച്ചുള്ള ഈ പറയാനുള്ളത്. ഇനി മാർക്സിന്റെ സൈദ്ധാന്തിക സംഭാവന എന്താണ് എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. ഒന്ന്, തത്വചിന്തയുടെ ലക്ഷ്യം ലോകത്തെ പുനഃസൃഷ്ടിക്കലാണ്, കേവല വ്യാഖ്യാനമല്ല. 100% അംബേദ്കർ അംഗീകരിക്കുന്നു. തത്വചിന്തയുടെ ലക്ഷ്യം ലോകത്തെ പുനഃസൃഷ്ടിക്കലാണ്, കേവല വ്യാഖ്യാനമല്ല. വിവിധ വർഗങ്ങൾ തമ്മിൽ താല്പര്യ സംഘർഷങ്ങൾ നിലനിൽക്കുന്നു. മാർസിയനാണ്. സ്വകാര്യ സ്വത്ത് വർഗപരമായ അധികാരവും ചൂഷണവും ദുഃഖവും സൃഷ്ടിക്കുന്നു. എക്കണോമിക്സ് ഓഫ് മാർക്സ്. ദി ഇക്കണോമിക് ക്രിട്ടിക് ഓഫ് ഇക്കണോമിയാണ് ദാസ് ക്യാപിറ്റൽ എഴുതുന്നത്. ദി ക്രിട്ടിക് ഓഫ് ഇക്കോണമിയാണ് അംബേദ്കർ പറയുന്നത്. സ്വകാര്യ സ്വത്ത് നിർമ്മാർജ്ജനം അനിവാര്യം. ചൂഷണം അവസാനിപ്പിക്കാതെ നന്മ നിറഞ്ഞ സമൂഹം ഉണ്ടാകില്ല. സ്വകാര്യ സ്വത്ത് വർഗപരമായ അധികാരവും ചൂഷണവും ദുഃഖവും സൃഷ്ടിക്കുന്നു. ഇത് ഏത് എക്കോണമിയാണ്? ദിസ് ഈസ് വാട്ട് മാർക്സ് സേസ്. ഇതാണ് മാർക്സിയൻ എക്കോണമി എന്ന് പറയുന്നത്. മാർക്സ് ലോക സാഹചര്യത്തിൽ. ഇനി നമ്മൾ പറയേണ്ടത് ബ്രാഹ്മണ്യ വിശകലനത്തെ കുറിച്ച് പറയണമെങ്കിൽ അംബേദ്കറിന് മുമ്പ്, ഞാൻ അംബേദ്കറിനെ ചെറുതായി കാണുന്നതല്ല, ഒരിക്കലും അംബേദ്കറിന് മുമ്പ് 1778 കാൾ മാർക്സ് അതിനിശിതമായ ബ്രാഹ്മണ്യ വിമർശനം നടത്തിയിട്ടുണ്ട്. നരവംശാസ്ത്ര കുറിപ്പുകൾ എന്ന് പറയുന്ന അദ്ദേഹം പിന്നീടാണ് ലൂയി മോർഗൻ, ഹെൻറി മെയിൻ, ലബാക്ക്, ജോൺ ഫിയർ തുടങ്ങിയ പുസ്തകങ്ങൾ മാർക്സ് വായിക്കുന്നത് പോലും ദാസ് ക്യാപിറ്റൽ എഴുതിയതിനു ശേഷമാണ്. അതായത് ഇന്ത്യൻ വിപ്ലവം, റഷ്യൻ വിപ്ലവവും ചൈനീസ് വിപ്ലവവും കഴിഞ്ഞ് 1970 മാത്രമാണ് ഈ പുസ്തകങ്ങൾ ഇറങ്ങുന്നത്. അത് ഇറങ്ങുമ്പോൾ അംബേദ്കർ ജീവിച്ചിരിപ്പില്ല. ഇപ്പോ ആനന്ദൽ തുംഡെ പറയുന്നത് എന്താണ്? അംബേദ്കറിന്റെ പുസ്തക ശേഖരത്തിൽ വേണ്ടത്ര മാർക്സിസ്റ്റ് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 1950 ഗുന്ദ്രസെ ഇറങ്ങുന്നത്, 1950 ജർമ്മൻ പ്രത്യയശാസ്ത്രം ഇറങ്ങുന്നത്, 1960 മൂലധന വിരുദ്ധ വലിയ സാമൂഹിക വിപ്ലവങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഇത്രയും വൈകി 1970 മാത്രമാണ് ഈ നരവംശാസ്ത്രക്കുള്ളിൽ കൊളോണിയൽ ആന്ത്രോപോളജി അദ്ദേഹം വായിക്കുന്നു. അതോടുകൂടി അദ്ദേഹത്തിന്റെ മുഴുവൻ മുൻപ് പറഞ്ഞ പല ധാരണകളും മാർക്സ് തിരുത്തുകയാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറയുന്നത് പോലും മാർക്സ് തിരുത്തുന്നുണ്ട്. മാർക്സിനെ കുറിച്ച് ഒരുപാട് തെറ്റായ ധാരണകളും ഉണ്ടായിട്ടുണ്ട്.
അതാണ് ഈ പൊളിറ്റിക്കൽ എക്കണോമിയെ കുറിച്ചൊക്കെയുള്ള ധാരണ. അത് നമുക്ക് ഈ പരിമിതമായ സമയം ഞാൻ പറയുന്നില്ല. അപ്പൊ എന്തായാലും ഇത്രയും വായിച്ചതിന് ശേഷം AD 7-ാം നൂറ്റാണ്ട് മുതൽ 1852 ഒക്ടോബർ 2 വരെ നമ്മൾ ആലോചിക്കണം. AD 7-ാം നൂറ്റാണ്ട് മുതൽ 1858 ഒക്ടോബർ 2 വരെ, അതായത് ബ്രിട്ടീഷ് രാജ്ഞിക്ക് ഇന്ത്യൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരം കൈമാറുന്നത് വരെയുള്ള മുഴുവൻ ചരിത്രവും മാർക്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ സതിയെക്കുറിച്ച്, എന്തിനാണ് കേരളത്തെക്കുറിച്ച് മാർക്സ് സംസാരിച്ചിരിക്കുന്നു? എത്ര പേർക്കറിയാം കേരളത്തെക്കുറിച്ച്? ഈ കേരളം ആരും ശ്രദ്ധിക്കാത്ത ഒരു മുനിസിപ്പാലിറ്റി സംഘാതമാണ് എന്ന് കാൾ മാർക്സ് അവിടെ ഇരുന്ന് വീക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യയെക്കുറിച്ച്, ബ്രാഹ്മണ്യത്തെക്കുറിച്ച് അതിനിശിതമായ വിമർശനമാണ്. ഏറ്റവും ക്രൂരമായ, ലോകത്തെ ഏറ്റവും നൃശംസമായ പ്രത്യയശാസ്ത്രം. അതുകൊണ്ട് ഉൽപാദന മേഖലയിൽ വരുന്ന ഈ ഉൽപാദന മേഖല മുകളിൽ വർണ്ണങ്ങൾ അതിനിർണയം നടത്തുന്ന കാലത്തോളം ഈ അധ്വാനത്തിന് വിമോചനമില്ല എന്ന് മാർക്സ് അടിവരയിട്ട് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് ഒരു വ്യത്യാസവും അംബേദ്കർ പറയുന്നതിൽ നിന്ന് ഞാൻ കാണുന്നില്ല. ഇനി അൺടച്ചബിൾ ഓർ ദ ചിൽഡ്രൻ, ജാതി വർഗത്തെ കുറിച്ച്, അതിന് സമയപരിധി പോലെ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അതിലും പറയുന്നത് ഈ ജാതി എന്ന് പറയുന്നതിന്റെ ഉള്ളടക്കത്തിലെ വർഗത്തെ കുറിച്ചാണ് അംബേദ്കർ ആവർത്തിച്ച് പറയുന്നത്. ഈ വർഗീകരണം മാത്രമല്ല, ഈ മുകളിൽ നിന്ന് പെട്ടെന്ന് സവർണൻ വർഗമാവുന്നു, അതിന്റെ മുകളിലേക്ക് വിപ്ലവം നടത്തുമ്പോൾ ഇവരെല്ലാം കൂടി ഒരു വർഗമാവുന്നു. ഈ വർഗം രൂപീകരണമാണ് ജാതിയെ നിലനിർത്തുന്നത് എന്നാണ് അംബേദ്കർ പറയുന്നത്. ഈ വർഗ രൂപീകരണത്തെ തകർക്കാതെ, അതായത് ഈ രീതിയിലുള്ള വർഗ രൂപീകരണത്തെ, ഒരുപക്ഷെ ചില വീക്ഷണങ്ങളുള്ളവർക്ക് പറയാം മാർക്സിന്റെ വർഗം എന്ന് പറയുന്നത് വ്യവസ്ഥിതിയെ മാറ്റി തീർക്കലാണ്, പക്ഷെ ജാതിയിലെ വർഗം എന്ന് പറയുന്നത് വ്യവസ്ഥയെ അടിയുറപ്പിക്കലാണ്. അങ്ങനത്തെ ഒരു ചിന്ത ഇതിൽ വരാം. മാർക്സ് പറയുന്ന വർഗം എന്നത് വ്യവസ്ഥിതിയെ മാറ്റിമറിക്കാനുള്ളതാണെങ്കിൽ, ജാതിയിലെ വർഗം ഇവിടെ പ്രവർത്തിക്കുന്നത് ഈ വ്യവസ്ഥിതിയെ ഊട്ടിയുറപ്പിക്കാനാണ്. പക്ഷെ അവിടെ പ്രവർത്തിക്കുന്നത് വർഗം എന്ന ഗൗരവമായ ഒരു സംജ്ഞയാണ്. അതിനെ തന്നെയാണ് നാം അഭിസംബോധന ചെയ്യേണ്ടത് എന്നാണ് ഈ മാർക്സിന്റെ തത്വചിന്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. ഇപ്പൊ ഈ ഗോട്ടി സമരകാലത്ത് കെ മുരളി പറയണ്ടായി, ആ ഗോട്ടി സമരകാലത്ത് അംബേദ്കർ പറഞ്ഞത് എല്ലാവരും ജാതി മറന്ന് ഉപേക്ഷിച്ച്, ജാതി മറന്ന് ഒന്നിച്ച് നേരിടാനാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ടൈംസ് ഓഫ് ഇന്ത്യക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം അതുവരെ ഡിപ്രസ്ഡ് ക്ലാസിനെ കുറിച്ച് മാത്രമാണ് അംബേദ്കർ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഡിപ്രസ്ഡ് ക്ലാസ്. അപ്പൊ ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഒരു അഭിമുഖകാരൻ അംബേദ്കറിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ലേബർ പാർട്ടി എന്ന് പേരിട്ടത്? ഡിപ്രസ്ഡ് ക്ലാസ് എന്നല്ലേ പേരിടേണ്ടത്? അപ്പൊ അംബേദ്കർ പറഞ്ഞത്, ലേബർ എന്ന വാക്കിൽ തന്നെ അൺടച്ചബിലിറ്റി ഉണ്ട് എന്നാണ്. തൊഴിലാളി എന്ന വാക്കിൽ തന്നെ അൺടച്ചബിലിറ്റി ഉള്ളടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലേബർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എന്നാണ് അംബേദ്കർ പറഞ്ഞത്. അതുകൊണ്ട് ജാതിയെ വർഗനിരപേക്ഷ സ്വത്വധാരണയിലേക്ക് മാത്രം സംഗ്രഹിക്കാൻ കഴിയില്ല. സ്വത്വം എന്നത് വളരെ ലൂസ് ആയിട്ടുള്ള ഭാഷയും ലിംഗങ്ങളും ധാരണകളും പല സമ്പ്രദായങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉള്ള ഒഴുകി നടക്കുന്ന ഒരു സംഗതിയാണ്. കൃത്യമായി ഫിക്സ് ചെയ്യാൻ പറ്റാത്ത ഒരു എസെൻഷ്യലിസം എന്ന് പറയാവുന്ന ഒരു സാധനമാണ് ഈ സ്വത്വം. അതുകൊണ്ട് ജാതിയെ വർഗനിരപേക്ഷ സ്വത്വധാരണയിലേക്ക് മാത്രം സംഗ്രഹിക്കാൻ കഴിയില്ല എന്ന് അംബേദ്കർ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. പറഞ്ഞു വെക്കുകയാണ്, ജാതിയിൽ സാമൂഹ്യമായ വിഭജനങ്ങൾ ഉള്ളടങ്ങിയിരിക്കുന്നു. ഈ സാമൂഹ്യ വർഗങ്ങൾ സാമ്പത്തിക അടിത്തറയിൽ മാത്രം ആകണമെന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സംഗതി വർഗം സാമ്പത്തിക അടിത്തറയിൽ മാത്രം ആകണമെന്നില്ല. ഒരുപക്ഷെ ഞാൻ വേദനയോട് പറയാണ്, മാർക്സിസ്റ്റ് വർഗ സമീക്ഷയിൽ സംഭവിച്ച ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ ഗതിമാറ്റം വർഗത്തെ സാമ്പത്തിക മാത്രമായി കാണുകയും ആശയാവലികളും സാംസ്കാരികങ്ങളും ബന്ധപ്പെടുന്ന വിശകലനം ചെയ്തില്ല എന്നുള്ളതാണ്. ഇത് വ്യക്തമായി നരവംശാസ്ത്ര കുറിപ്പുകളിൽ മാർക്സ് വിശകലനം ചെയ്യുന്നുണ്ട്. സഹാക്കളെ, ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടി, ഇപ്പൊ ഈ ജാതിയെ കുറിച്ച് പറയുമ്പോൾ ഈയിടെ സുനിൽ പി ഇളയിടത്തിന്റെ ഞാൻ ഒരു പ്രഭാഷണം കേട്ടു. സുനിൽ പി ഇളയിടം നിങ്ങളെല്ലാം അറിയണ്ടാവും. അദ്ദേഹം പറയുന്നത്, ജാതി എന്ന് പറയുന്നത് DD കൊസാംബി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്, ജാതി എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ബലപ്രയോഗത്തിലൂടെ മിച്ച മൂലധനം കൈവരുന്ന മതാത്മക പ്രത്യയശാസ്ത്രമാണ് എന്നാണ്. ഒന്നുകൂടി ഞാൻ പറയാം, ജാതി എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ബലപ്രയോഗത്തിലൂടെ മിച്ച മൂലധനം കവർന്നെടുക്കുന്ന മതാത്മക പ്രത്യയശാസ്ത്രമാണ്. DD കൊസാംബി ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ശരിക്കും ഈ സുനിലിനെ പോലുള്ളവർ, എനിക്ക് തോന്നുന്നു ഈ രാമായണവും ഭാഗവതവും ഒക്കെ പറയുന്നതിൻ്റെ ഇടയിൽ കമ്മ്യൂണിസം പറയുന്നതിൻ്റെ ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇദ്ദേഹം പറയുന്നത്
ഈ പ്രിമിറ്റീവ് സൊസൈറ്റിയെ കുറിച്ചാണ് ഡി കോസാമ്പി പറയുന്നത്. പ്രിമിറ്റീവ് സൊസൈറ്റിയിൽ മിച്ച മൂലധനമില്ല. അത് മാർസിയൻ കൺസെപ്റ്റ് ആണ് മിച്ച മൂലധനം. മിച്ച മൂലധനം എന്ന് പറയുന്നത് മുതലാളിത്ത പൂർവ്വ സമൂഹത്തിൽ നിലനിൽക്കുന്നില്ല എന്നാണ് മാർക്സ് പറഞ്ഞത്. സർപ്ലസ് വാല്യൂ മുതലാളിത്ത സമൂഹത്തിൽ നിലനിൽക്കുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഡി കോസാമ്പി പറഞ്ഞത്? കാസ്റ്റ് ഈസ് ക്ലാസ് അറ്റ് പ്രിമിറ്റീവ് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡ്യൂസർ ഈസ് ദ പ്രൈമറി പ്രൊഡ്യൂസർ ഈസ് ഡിപ്രൈവ്ഡ് ഓഫ് ദ സർപ്ലസ് വിത്ത് മിനിമം കൊയേഷൻ. അതായത് മിച്ചം മാത്രം, നമ്മുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ പേഴ്സിൽ ബാക്കി വരുന്ന, നമ്മുടെ ആവശ്യം കഴിഞ്ഞ് നമ്മൾ ഉണ്ട് കഴിഞ്ഞ് ബാക്കി വരുന്ന ഭക്ഷണം, ഇതാണ് മിച്ചം. മിച്ച മൂലധനവുമായി ഒരു ബന്ധവും മിച്ചം എന്ന വാക്കിലില്ല. മിച്ച മൂലധനം എന്ന് പറയുന്നത്, സർപ്ലസ് വാല്യൂ എന്ന് മാർക്സ് പറയുന്നത്, ഒരു തൊഴിലാളി അവന്റെ വേതനത്തിന് പുറത്ത് അവന്റെ അധ്വാനം ചൂഷണം ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് മിച്ച മൂലധനം എന്ന് മാർക്സ് പറയുന്നത്. സർപ്ലസ് വാല്യൂ അത് തൊഴിലാളിയുമായി ബന്ധപ്പെട്ടതാണ്. അവന്റെ അധ്വാനം ചൂഷണം ചെയ്യുന്ന, അവന്റെ വേജിനപ്പുറമുള്ള അവന്റെ അധ്വാനം ചെയ്യപ്പെടുന്ന പ്രക്രിയയ്ക്കാണ്. പക്ഷെ സുനിൽ പി ഇളയിടം വളയമില്ലാതെ വാല്യൂവിൽ നിന്ന് സർപ്ലസിൽ നിന്ന് സർപ്ലസ് വാല്യൂവിലേക്ക് ഒറ്റ ചാടാൻ എടുത്തിട്ട്, അതേസമയം ഡി കോസാമ്പിക്ക് അങ്ങനെ ചാടാൻ കഴിയില്ല. ഇതാണ് വ്യത്യാസം. മറ്റൊന്ന്, പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ തോന്നുന്നു. എന്റെ സമയപരിധി അധികം ഞാൻ എടുക്കുന്നില്ല. അംബേദ്കർ പൂർത്തിയാക്കാതെ പോയൊരു ഗ്രന്ഥമുണ്ട്. അത് ഇന്ത്യ ആൻഡ് കമ്മ്യൂണിസം എന്നൊരു പുസ്തകമാണ്. ഇന്ത്യയിൽ കമ്മ്യൂണിസം നടപ്പാക്കുന്നതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അംബേദ്കർ പറയുന്നത്. ഇന്ത്യ ആൻഡ് കമ്മ്യൂണിസത്തിൽ, ഇന്ത്യയിൽ അങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസം നടപ്പാക്കുന്നതിനുള്ള തടസ്സങ്ങൾ, പോസിബിൾ ഇംപീഡിമെന്റ്സ് ഇൻ ദ വേ ഓഫ് കമ്മ്യൂണിസം. ഞാൻ എന്റെ വാക്കൊന്നുമല്ല ഇട്ടത്, ഞാൻ അംബേദ്കറിന്റെ അതുപോലെ പറയണം. പോസിബിൾ ഇംപീഡിമെന്റ്സ് ഇൻ ദ വേ ഓഫ് കമ്മ്യൂണിസം. ആനന്ദ് തൽത്തുംഡെ അത് കൂടുതൽ വിശദീകരിക്കുന്നത്, ഈ തടസ്സങ്ങൾ നീക്കം ചെയ്യപ്പെടണം എന്ന് അംബേദ്കർ കരുതിയിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. കമ്മ്യൂണിസം നടപ്പാക്കുന്നതിലുള്ള തടസ്സങ്ങൾ കണ്ടെത്തി ഈ വർഗവൈരുദ്ധ്യത്തെ തെറ്റായി ധരിക്കുകയും മാർക്സിനെ തെറ്റായി ധരിക്കുകയും, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയ മാർക്സ് പിന്നീട് 1876 നരവംശാസ്ത്രം എഴുതുമ്പോഴും ജർമ്മൻ നോട്ട്ബുക്ക് എഴുതുമ്പോഴും ഉണ്ടാവുന്ന അതിലുള്ള ബ്രാഹ്മണ്യത്തെക്കുറിച്ചുള്ള വിമർശനം, അങ്ങനെയുള്ള വിമർശനങ്ങളെ സമന്വയിപ്പിച്ചാൽ അംബേദ്കറിൽ നിന്നും മാത്രം ലോകത്ത് ബ്രാഹ്മണ്യത്തെ താത്വികമായി വളരെ ഹിസ്റ്റോറിക്കലായി വിമർശിച്ച രണ്ട് വ്യക്തിത്വങ്ങളെ ഉള്ളൂ മാർക്സും അംബേദ്കറുമാണ്. അതുകൊണ്ട് ഇവർക്ക് സമന്വയിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കൺസിസ്റ്റൻസിയിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണെന്നാണ് എൻ്റെ അഭിപ്രായം. വർഗബോധം കൈവരണമെങ്കിൽ ഈ ജാതി വിരുദ്ധ പോരാട്ടം വേണം. ആ ജാതി, അത് എനിക്കൊന്ന് പറയാനുള്ളത്, നത്തിങ് ടു ലൂസ് ബട്ട് യുവർ ചെയിൻ എന്ന് പറയുന്നത്, അതായത് നഷ്ടപ്പെടാൻ ഒന്നുമില്ല നിങ്ങൾക്ക് ചങ്ങലകളല്ലാതെ എന്ന് പറയുമ്പോൾ, ഇന്ത്യൻ സാഹചര്യത്തിൽ നഷ്ടപ്പെടാൻ ചങ്ങലകൾ മാത്രമല്ല, നഷ്ടപ്പെടാൻ പദവികളുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു നായർ തൊഴിലാളിക്ക് അവന്റെ ചങ്ങല മാത്രമല്ല, ഒരു ബ്രാഹ്മണ തൊഴിലാളിക്ക് അല്ലെങ്കിൽ ഒരു നായർ തൊഴിലാളിക്ക്, ഒരു ശൂദ്ര തൊഴിലാളിക്ക് അവൻ നഷ്ടപ്പെടുന്നത്, അവൻ വിപ്ലവത്തിന് പോകുമ്പോൾ നഷ്ടപ്പെടുന്നത് ചങ്ങലകൾ മാത്രമല്ല, അവന്റെ പദവിയും കൂടിയാണ്, നായർ എന്ന പദവിയും കൂടിയാണ്. അപ്പൊ ഇന്ത്യൻ സാഹചര്യത്തിൽ നത്തിങ് ടു ലോസ് ബട്ട് യുവർ ചെയിൻ മാത്രമല്ല, നിങ്ങളുടെ പദവി കൂടി നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇതിനെ തകർക്കാൻ കഴിയാത്തത്. കാരണം അവൻ പദവിയിലേക്ക് ഒതുങ്ങുകയും അവൻ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ വർഗങ്ങളിലേക്ക് വേർതിരിയുകയും ചെയ്യുന്നു. എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഈ OBC ക്ലാസിനെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ പറഞ്ഞ ഈഴവ ക്ലാസിനെ സംബന്ധിച്ചിടത്തോളം മാർക്സ് പറയുന്നത് ശൂദ്രനും ഈഴവനും തമ്മിൽ അതിലോലമായ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാണ്. എന്നാൽ ഈ OBC ക്ലാസ്, ഈഴവൻ ഞാൻ കോട്ടൻകോട്, OBC ക്ലാസും അസ്പൃശ്യരും തമ്മിൽ ശക്തമായ വർഗരേഖ നിലനിൽക്കുന്നു. ഇത് ഈ വർഗരേഖ എന്ന് പറഞ്ഞ വാക്കുപോലും അംബേദ്കറിന്റെ എൻ്റെ അല്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. Men make history not according to their wish but in the given conditions. മനുഷ്യൻ ചരിത്രം സൃഷ്ടിക്കുന്നുണ്ട്, പക്ഷെ അവന്റെ ഇച്ഛ കൊണ്ടല്ല, അവന്റെ സാഹചര്യങ്ങൾ കൊണ്ട് സൃഷ്ടിക്കുന്നതാണ്. അവന്റെ ആഗ്രഹം കൊണ്ടല്ല, അവൻ ആഗ്രഹിക്കുന്ന ചരിത്രമല്ല സൃഷ്ടിക്കുന്നത്. ഈ കാര്യത്തിൽ യാതൊരു വ്യത്യാസവും അംബേദ്കർക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാവർക്കും വിപ്ലവാഭിവാദ്യങ്ങൾ.